രാജ്യസഭയിലേക്കുള്ള നാമനിർദ്ദേശത്തിൽ തന്റെ യോഗ്യതയ്ക്ക് ആരുടെയും സമ്മതപത്രം ആവശ്യമില്ലെന്ന് സി സദാനന്ദൻ. ഉത്തരവാദിത്തം ഏൽപ്പിച്ചവർക്ക് താൻ ആരാണെന്നറിയാം. കഴിഞ്ഞ കാലത്തെ കാര്യങ്ങൾ ഇനി ചർച്ചയാക്കേണ്ടതില്ലെന്നും സദാനന്ദൻ പറഞ്ഞു. എനിക്ക് ഔദ്യോഗികമായ അംഗീകാരങ്ങൾ പലരും തന്നിട്ടുണ്ട്. ഞാനതൊന്നും കടലാസിൽ എഴുതി ആരുടെ മുമ്പിലും സമർപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം എന്നെ അതിന് നിയോഗിച്ച ആളുകൾക്കറിയാം ഞാൻ ആര് എന്ന്. ദശാബ്ദങ്ങളോളം ഈ നാട്ടിൽ നടന്ന ആ ഒരു ദുരന്തപൂർണമായ അനുഭവം ഇനി ആവർത്തിക്കരുത്. നമ്മുടെ നാട്ടിൽ കഴിഞ്ഞതൊരു ദുസ്വപ്നം പോലെ മറക്കാൻ നിങ്ങൾ സന്നദ്ധരാകണം. മാധ്യമ പ്രവർത്തകർ അതിന് സഹകരിക്കണം എന്നാണ് ഞാൻ പറഞ്ഞത്. വിവരങ്ങളുമായി നിഖിൽ അളവൂർ നമുക്കൊപ്പം ചേരുകയാണ്. നിഖിൽ, CPIM-ന്റെ അക്രമ രാഷ്ട്രീയം ദേശീയ തലത്തിലും പാർലമെന്റിലും ചർച്ചയാക്കുകയാണ് ലക്ഷ്യമെന്നാണ് BJP-യുടെ നീക്കം എന്നാണ് പൊതുവിൽ സി സദാനന്ദനെ രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്തപ്പോൾ വ്യാഖ്യാനിക്കപ്പെട്ടത്. പക്ഷെ അതൊന്നും ചർച്ച ചെയ്യേണ്ടതില്ല എന്നുള്ളതാണ് അദ്ദേഹം ഇപ്പോൾ പറയുന്നത്. തീർച്ചയായും പിന്നിൽ അങ്ങനെ തന്നെയാണ്. കാരണം സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ സി സദാനന്ദൻ മാസ്റ്ററുടെ രാജ്യസഭയിലേക്കുള്ള നാമനിർദ്ദേശത്തെ ആ നിലയ്ക്ക് ചർച്ചയാക്കപ്പെടുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ സി സദാനന്ദൻ തന്നെ ഇത്തരത്തിൽ കണ്ണൂരിൽ അദ്ദേഹത്തിന് നൽകിയ സ്വീകരണ പരിപാടിയിൽ ഈ പരാമർശങ്ങൾ നടത്തുന്നത്. ഈ കണ്ണൂരിന്റെ രാഷ്ട്രീയ സംഘർഷ കാലം, ആ കാലം മറക്കേണ്ടതാണ്, ഇനി അത് ആവർത്തിക്കപ്പെടാൻ പാടില്ല എന്നതാണ് സദാനന്ദൻ മാസ്റ്റർ പറയുന്നത്. അതിനപ്പുറത്തേക്ക് ഈ നാമനിർദ്ദേശം ചെയ്യുന്നതിന് എന്ത് യോഗ്യതയാണ് സി സദാനന്ദൻ മാസ്റ്റർക്ക് ഉള്ളത് എന്നൊരു ചോദ്യം കൂടി CPIM കേന്ദ്രങ്ങളിൽ നിന്നടക്കം ഉയരുന്നുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ. സാധാരണയായി രാഷ്ട്രപതി ഇത്തരത്തിൽ നാമനിർദ്ദേശം ചെയ്യുന്ന ആളുകൾ ഏതെങ്കിലും മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ആളുകളായിരിക്കും. അങ്ങനെ എന്ത് യോഗ്യതയാണ് സി സദാനന്ദൻ മാസ്റ്റർക്ക് ഉള്ളത് എന്നൊരു ചോദ്യം വ്യാപകമായി ഇടത് കേന്ദ്രങ്ങൾ ഉയർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുള്ള മറുപടി കൂടിയാണ് ഇന്ന് ഇദ്ദേഹം നൽകുന്നത്. തന്റെ യോഗ്യതയ്ക്ക് ആരുടെയും സമ്മതപത്രം ആവശ്യമില്ല. എന്താണ് തന്റെ യോഗ്യതയെന്നും എന്താണ് തന്റെ കഴിവെന്നും ഏത് മേഖലയിലാണ് തന്റെ കഴിവെന്നും ആർക്കും ഒരു പേപ്പറിൽ എഴുതി സമർപ്പിക്കേണ്ട ആവശ്യം തനിക്കില്ല, അതിന് താൻ ഇല്ല എന്നാണ് പറയുന്നത്. ഇത്തരമൊരു ഉത്തരവാദിത്തം ഏൽപ്പിക്കുന്നു എന്ന് നേരിട്ട് ഫോണിൽ വിളിച്ച് പറഞ്ഞത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. അങ്ങനെ തന്നെ ഇത്തരമൊരു ഉത്തരവാദിത്തം ഏൽപ്പിച്ച ആളുകൾക്ക് താൻ ആരാണെന്ന് കൃത്യമായി അറിയാം. തനിക്ക് ലഭിച്ച അംഗീകാരങ്ങൾ എന്താണ് എന്നതൊക്കെ തന്നെ അറിയുന്നവർക്ക് അറിയാം എന്നതാണ് സി സദാനന്ദൻ പറഞ്ഞു വെക്കുന്നത്. കണ്ണൂരിൽ BJP നൽകിയ സ്വീകരണത്തിലാണ് അദ്ദേഹം ഈ പ്രതികരണം നടത്തിയത്. നിഖിലാണ് വിവരങ്ങൾ നൽകിയത്.